കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ജയം. ആലപ്പി റിപ്പിൾസിനെ 3 വിക്കറ്റിനാണ് തകർത്തത്. 83 റൺസ് എടുത്ത സഞ്ജു സാംസണാണ് കളിയിലെ താരം. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേർന്നുണ്ട്. നിഖിൽ, കൊച്ചിയുടെ നീലക്കടവുകൾ വീണ്ടും വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും അതായത് കൊച്ചിയുടെ നീലക്കടവുകൾ വീണ്ടും ഒരു വിജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ് തന്നെയാണ്. എന്തായാലും കൊച്ചി ഇന്നത്തെ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ 3 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്നത്തെ മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് സഞ്ജു സാംസൺ തന്നെയാണ്. 41 പന്തിൽ 83 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടത്. ഇത് തന്നെയാണ് ടീമിൻ്റെ വിജയത്തിൽ നിർണായകമായതും. ഈ ഒരു 83 റൺസ് പ്രകടനമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു പ്രകടനം ജെറിൻ്റെയാണ്. 13 പന്തിൽ 25 റൺസ്. അതായത് അവസാന ഓവറുകളിൽ സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയതിനു ശേഷം ടീം ഒരു പതറിച്ച നേരിട്ടു. അതൊരു വലിയൊരു തകർച്ച തന്നെ നേരിട്ടു. അവസാനം ടീം തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നൊരു കാഴ്ച, സാലി സാംസന്റെ അടക്കം വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവസാനം ജെറിൻ ഒരു 13 പന്തിൽ 25 റൺസ് നേടിയൊരു വിജയം എന്തായാലും കൊച്ചിക്ക് സ്വന്തമാക്കി നൽകിയത് എന്നുള്ളതാണ്. മറുവശത്ത് ആലപ്പുഴ പ്രകടനത്തിലേക്ക് വന്നാൽ ആലപ്പുഴയ്ക്ക് വേണ്ടി തുടക്കം തന്നെ ഗംഭീരമായിരുന്നു എന്ന് പറയാം. തുടക്കത്തിൽ ജലൽ സക്സേനയും ഒപ്പം മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് നൽകിയത് ഗംഭീരമായ തുടക്കം. 42 പന്തിൽ 71 റൺസാണ് സക്സേന എടുത്തത്. 42-71 റൺസ് എടുത്ത് സക്സേന മടങ്ങി. ഒപ്പം നായകൻ അസറുദ്ദീൻ 43 പന്തിൽ 64 റൺസാണ് അസറുദ്ദീൻ എടുത്തത്. ഈ ഇരുവരും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട ഇത് തന്നെയാണ് എന്തായാലും ഈ ആലപ്പുഴയ്ക്ക് ഒരു പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത്. ഈ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ 200-ലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ച സ്കോർ. എന്നാൽ കൊച്ചിയുടെ ബോളർമാർ എറിഞ്ഞിടുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ജെറിൻ്റെ ഒരു ശ്രദ്ധേയ പ്രകടനമുണ്ട്. ജെറിൻ 4 ഓവറിൽ 23 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. 5.8 എക്കോണമിയിൽ പന്തെറിഞ്ഞു. അതായത് 6 താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞുകൊണ്ട് 200 താഴെ പിടിച്ചു കെട്ടുക എന്ന ലക്ഷ്യം അങ്ങ് വിജയിച്ചു. 176 റൺസ് മാത്രമാണ്, 20 ഓവറിൽ 176 റൺസ് മാത്രമാണ് എന്തായാലും ആലപ്പി റിപ്പിൾസിനെ അടിച്ചു കൂട്ടാനായത്. മറുപടി ബാറ്റിങ്ങിൽ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസണും ഒപ്പം വിനൂപും ചേർന്ന് ഗംഭീര തുടക്കം തന്നെ നൽകി. തൊട്ടു പിന്നാലെ ഷാനു മടങ്ങിയെങ്കിലും നിഖിലും അജീഷുമൊക്കെ മികച്ച രീതിയിൽ പിന്തുണ നൽകിയതാണ് സഞ്ജുവിന് വലിയ സ്കോറിലേക്ക് പോകാനായത്. സഞ്ജു വീണതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് ടീം പതറി. സാലി സാംസൺ, ജിബിൻ ഒക്കെ തുടർച്ചയായി മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ അവസാനം ജെറിൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയ കാര്യം, ഈ പ്ലെയർ ഓഫ് ദ മാച്ച് മത്സരത്തിൽ കളിയിലെ താരം ആയി സഞ്ജുവിനെ വിളിച്ചപ്പോൾ സഞ്ജു തനിക്ക് കിട്ടിയ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ജെറിന് സമ്മാനിക്കുന്നൊരു കാഴ്ചയും എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു. വിഷ്ണു.